കർണാടക മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 4:05 ലോക് ഭവനിൽ വെച്ചായിരിക്കും സത്യപ്രതിജ്ഞ. കർണാടകയിലെ പാർട്ടിക്കുള്ളിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. സിദ്ധരാമയ്യ കാണിച്ചത് ഏറ്റവും വലിയ പാർട്ടി കൂറാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. തീരുമാനം ശിവകുമാർ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും അഭിമാനപൂർവമായ നിമിഷമാണിത്. ഇത്ര സുഗമമായിട്ടുള്ള ഒരു അധികാര കൈമാറ്റം ആരും പ്രതീക്ഷിച്ചിട്ടില്ല. രാഷ്ട്രീയ എതിരാളികളൊക്കെ തന്നെ കരുക്കൾ നീക്കി കാത്തിരുന്നതും ഞങ്ങൾക്കറിയാം, അതിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു അധികാര കൈമാറ്റം. സിദ്ധരാമയ്യെ പോലെയുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള കരുത്തനായിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു നേതാവ് ഞങ്ങൾക്ക് അഭിമാനമാണ്. ശിവകുമാറിനെ പോലെയുള്ള ഏറ്റവും കഠിനാധ്വാനിയായിട്ടുള്ള സംഘടനാ പാഠവുമുള്ള ഒരു നേതാവ് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. 28-ൽ വീണ്ടും കർണാടകത്തിൽ കോൺഗ്രസ് യുഗം ഉണ്ടാകുമെന്നുള്ളതിന്റെ തെളിവാണ് ഈ മാറ്റം. 3-ാം തീയതി 4 മണിക്ക്. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, അങ്ങനെ ഒരു ഉറപ്പത് ഔദ്യോഗികമായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഡി.കെ. യുഗമാണ്. ബുധനാഴ്ച സത്യപ്രതിജ്ഞ, അതിന്റെ ഒരുക്കങ്ങളായിരിക്കും ഇനി മുന്നോട്ട്. എങ്ങനെയാണ് ബാക്കി നടപടികൾ? ഈ CLP യോഗത്തിന് ശേഷം നേതാക്കളെല്ലാം തന്നെ ഡി.കെ. ശിവകുമാർ, സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാവരും ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ടു. ശിവകുമാർ അവകാശവാദം, സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ഗവർണർ ഏതായാലും ഇത് അംഗീകരിച്ചു. ജൂൺ 3-ാം തീയതി, അതായത് ബുധനാഴ്ച വൈകിട്ട് 5 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. അതിനോടൊപ്പം തന്നെ ശിവകുമാറിനോടൊപ്പം തന്നെ എത്ര മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 8 മന്ത്രിമാരെങ്കിലും അദ്ദേഹത്തിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ജൂൺ 18-ാം തീയതി രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, കർണാടകയിൽ നിന്ന് ഒഴിഞ്ഞു വരുന്ന സീറ്റുകളിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ മന്ത്രിസഭാ വികസനം ഉണ്ടാകൂ എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. അതായത് നിരവധി ആളുകൾ, അസംതൃപ്തരായിട്ടുള്ള ആളുകൾ പാർട്ടിക്കുള്ളിലുണ്ട്, നിയമസഭയ്ക്കുള്ളിലുണ്ട്. ഈ സ്ഥാനം ലഭിക്കാത്തതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ BJPക്ക് ഗുണമാവുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിയമസഭയിൽ സംഭവിക്കാതിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ ജൂൺ 18 കഴിഞ്ഞതിന് ശേഷം മന്ത്രിസഭാ വികസനം മതി എന്നുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തത്. ഏതായാലും ഇന്നത്തെ CLP യോഗത്തിൽ ഐക്യകണ്ഠേനയാണ് നിയമസഭാ കക്ഷി നേതാവായി ഡി.കെ. ശിവകുമാറിനെ തിരഞ്ഞെടുത്തത്. സിദ്ധരാമയ്യയാണ് ഈ പേര് നിർദ്ദേശിച്ചത്. ജി പരമേശ്വര, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ജി പരമേശ്വര ഇതിന് പിന്താങ്ങി. ഏതായാലും ഒരു ഐക്യ സന്ദേശം ജനങ്ങളിലേക്ക്, അണികളിലേക്ക് നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഉള്ളത്.